ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കേരള PSC സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ പോകുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സിലബസുമായി ബന്ധപ്പെട്ട് 60 മാർക്കിന് കോഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും ബാക്കി 40 മാർക്ക് ബാങ്കിങ് മേഖലയിൽ നിന്നുമാണ് അവർ ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ പരീക്ഷകൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് 200ഓളം ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. ബാങ്കിങ് മേഖലയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് എക്സ്പ്ലനേഷൻ ആവശ്യമായി വരുന്നത് അതെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ 200 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിയുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ പരീക്ഷയ്ക്ക് കിട്ടുകയും ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ബാങ്കിങ്ങിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും എഴുതത്തക്ക രീതിയിൽ ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിനു മുമ്പ് കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പലരും അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ആ പേപ്പർ അനലൈസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് OMR മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. പരീക്ഷയ്ക്ക് ബാങ്കിങ് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്കൊന്ന് കിടക്കാം. ഒന്നാമത്തെ ചോദ്യമെന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ കൺട്രി വാസ് സ്റ്റാർട്ടഡ് അറ്റ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥലമെന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ്, കൊൽക്കത്തയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമെന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കേസ്, ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഈസ് OTCAI ആണ്. ഓവർ ദ ട്രേഡിംഗ് കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അത് ഫ്ലോർലെസ് ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്ന സെൻസസ് ഈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് 30 സ്ക്രിപ്റ്റ്സ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ് അനൗൺസ്ഡ് ബൈ ദ കമ്പനി എന്നാണ്. നാലാമത്തത്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻ ഷെയർസ് ആർ ട്രേഡഡ് അറ്റ് ഓൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ്. ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഈസ് OTCAI എന്നാണ്. അപ്പോൾ അതാണ് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കറക്റ്റായിട്ടുള്ളത്. നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെ ആണ്. അതിൻ്റെ സൂചികയെ നമ്മൾ വിളിക്കുന്ന പേര് സെൻസെക്സ് എന്നാണ്. അതേസമയം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, 1992 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതും ബോംബെ തന്നെയാണ്. അപ്പോൾ ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അതിൻ്റെ സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ വലിയ ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നാസ്ഡാക്ക് ആണ്. ന്യൂയോർക്കിലെ നാസ്ഡാക്ക് ആണ്. അത് നമ്മളൊന്ന് അറിവിന് വേണ്ടി പറയുകയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2 ലിസ്റ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ലിസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 4 ബാങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 1 IFCI ആണ്, 2 സിഡ്ബി, 3 നബാർഡ്, 4 എക്സിം ബാങ്കാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തേത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഇത് 1948 ഫോം ചെയ്തത്, 1948. രണ്ടാമത്തെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SIDBI ആണ്. അത് 1981 ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നബാർഡാണ്, നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബാങ്ക് നമ്മുടെ നാഷണൽ അഗ്രികൾച്ചർ ബാങ്കാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ അഗ്രികൾച്ചർ മേഖലയിൽ ഫൈനാൻസ് ചെയ്യുന്ന നാഷണൽ ലെവൽ അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഈ നബാർഡ് എന്ന് പറയുന്നത്. അത് ഫോം ചെയ്ത വർഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1982. നാലാമത്തെ ബാങ്ക് എന്ന് പറയുന്ന എക്സിം ബാങ്കാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ്. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് 1990 അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്ഷൻ A ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ബാങ്ക് ഓഫ് ബോംബെ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ബാങ്ക് ഓഫ് ബോംബെ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1840 1840 ബാങ്ക് ഓഫ് ബോംബെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ A ആണ്. അഞ്ചാമത്തെ ചോദ്യം, ദ പ്രസിഡൻസി ബാങ്ക് ഇൻവോൾവ്സ് ബാങ്ക് ഓഫ് മദ്രാസ് ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ A ആണ്.
എക്സ്പ്ലനേഷൻ വേണ്ടുന്നതെല്ലാം ഞാൻ വളരെ കറക്റ്റായിട്ട് ഇവിടെ പറയുന്നതാണ്. ആറാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളാണ്. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് നമ്മളെ മണി സർക്കുലേഷനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് മോണിറ്ററി ആസ്പെക്ട്സിനെ ശരിക്കും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പൈസ കുറവ് വരികയോ കൂടുതൽ വരികയോ ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്ക് ചില കൺട്രോൾ മെഷേഴ്സുകൾ എടുക്കുന്നതാണ്. അങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സിനകത്ത് 2 ടൈപ്പുണ്ട്. അത് ക്വാളിറ്റേറ്റീവുമുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സുമുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പം പ്രധാനമായും നമുക്ക് വരുന്നത് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ദെൻ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, ഇങ്ങനെ പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്, ഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് ഉണ്ട്, മോറൽ സുവേഷൻ ഉണ്ട്, പിന്നെ പബ്ലിസിറ്റിയും അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ബാങ്ക് അഡ്വാൻസസ് ടു ഡയറക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ മെഷേഴ്സാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ നമുക്ക് പ്രധാനമായും 3 ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഒന്ന് ബാങ്ക് റേറ്റാണ്, രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനാണ്, വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, കൂടാതെ ഒരു ലിക്വിഡിറ്റി റേഷ്യോയും ബാങ്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. 7ാമത്തെ ചോദ്യം നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ ഒരു അസേഷനാണ്. അതിൽ എ ഇങ്ങനെ പറഞ്ഞേക്കുന്നു, ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ഈസ് റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മോണിറ്ററി സ്റ്റാൻഡേർഡ് വിച്ച് ഇൻവോൾവ്സ് ദ കറൻസി സർക്കുലേഷൻ. ഒരു അസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ നമുക്ക് തന്നിട്ടുണ്ട്. ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ ഓൺലി ഓതറൈസ്ഡ് എൻറ്റിറ്റി ടു ഡു സോ. സെൻട്രൽ ബാങ്കാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു അസേഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണ് എന്ന് നമുക്കറിയേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ സി ആണ് ആൻസർ. ഓപ്ഷൻ സിയിൽ എയും കറക്റ്റാണ്, ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി ആണ്. ഇനി 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, those banks whose name are included in the second schedule of RBI's called. RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8ാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസർവ് ബാങ്കിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ബാങ്കുകൾ, അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതിന് മിനിമം ക്യാപിറ്റൽ ഇത്ര ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ്, അല്ല കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയായിരിക്കണം. അങ്ങനെ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ചില ബാങ്കുകൾ സെക്കൻഡ് ഷെഡ്യൂളിൽ RBI ഉൾപ്പെടുത്തുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കാണ്. 9ാമത്തെ ചോദ്യം, ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഹാസ് ബീൻ മെർജ്ഡ് വിത്ത്. ബാങ്ക് ഓഫ് രാജസ്ഥാൻ ഹാസ് ബീൻ മെർജ്ഡ് വിത്ത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ 2ാമത്തെ ബാങ്കായിരുന്നു. ഈ അടുത്ത് വരെ ശരിക്കും ICICI ബാങ്കായിരുന്നു ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പം HDFC ബാങ്ക് മെർജ് ചെയ്തതോടുകൂടി അത് ഏറ്റവും വലിയ ബാങ്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2ാമത്തെ ഏറ്റവും സ്വകാര്യ മേഖലയിലെ വലിയ ബാങ്കാണ് ICICI ബാങ്ക്. 1ാമത്തെ പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 9ാമത്തെ ബി ആണ്, 9B. 10ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ എന്നാണ്. അതിപ്പോൾ നമുക്കറിയാം അത് HDFC ബാങ്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ, 10B ആണ് ആൻസർ, 10ാമത്തെ ബി ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം, ദ ഡാഷ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇൻ റിയൽ സെൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ആ ബാങ്ക്, റിയൽ സെൻസിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. അത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇപ്പം നമുക്കറിയാം പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന ബാങ്കുകളെല്ലാം ചുരുങ്ങി. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളെന്ന് പറയുന്നത് വെറും 12 ബാങ്കുകളാണ് നമുക്കുള്ളത്. ഈ 12 ബാങ്കുകളെന്ന് പറയുന്ന ബാങ്കിനെ മെർജ് ചെയ്തതിന് ശേഷം നിലവിലെ ബാങ്കുകളാണ്. അപ്പോൾ ഈ ബാങ്കുകൾ മെർജ് ചെയ്തത് ബാങ്കിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാങ്കുകൾ മെർജ് ചെയ്തപ്പോഴത്തെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള, ഏറ്റവും വലിയ ശൃംഖലയുള്ള ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുകൊണ്ട് 2ാമത്തെ ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതാണ് റിയൽ സെൻസിലെ ഇന്ത്യൻ ബാങ്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്, 11A ആണ്. 12ാമത്തെ ചോദ്യം, കൺസിഡർ മൈക്രോ ഫൈനാൻസ്, റൂറൽ ഫൈനാൻസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഫൈനാൻസ്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് കൺസേൺഡ് വിത്ത് ഓൾ ഓഫ് ദെയർ. ഇതെല്ലാം കൺസേൺ ചെയ്തേക്കുന്ന ഏത് ബാങ്കാണെന്നാണ് ചോദ്യം. അത് നമുക്കറിയാവുന്നതാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നബാർഡാണ് ഇതിൻ്റെ എല്ലാം ശരിക്കുമുള്ള അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 12 ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യം, ദ ഡാഷ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അപ്പോൾ 13 സി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, സെൻട്രൽ ബാങ്ക്സ് മെയിൻ കൺസേൺ ഈസ് ദ സ്റ്റെബിലിറ്റി ഓഫ്. സെൻട്രൽ ബാങ്ക്സ് മെയിൻ കൺസേൺ ഈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഏതൊക്കെയാണ്? എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ദ കറൻസി ആൻഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. 14 സി ആണ് ആൻസർ. എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് കറൻസിയും അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷനുമാണ്. 15ാമത്തെ ചോദ്യം, RBI ഹെഡ് ഓഫീസ് ഈസ് അറ്റ് മുംബൈ ആണ്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ആണ്. അതും നമുക്കറിയാവുന്ന കേസാണ്, മുംബൈ. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ബാങ്ക്. ഫോറിൻ ബാങ്കിൻ്റെ ഫങ്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? റിമിറ്റിംഗ് മണി ഫ്രം വൺ കൺട്രി ടു അനദർ, ഡിസ്കൗണ്ടിങ് ഓഫ് ഫോറിൻ ബിൽസ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് മെറ്റൽസ്, ദെൻ ഹെൽപ്പിംഗ് ഇൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്. ഇതെല്ലാം ഒരു ഫോറിൻ ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്, അതിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 16 ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, 16 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, വാട്ട് ഡസ് എം ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ എന്നാണ്. എം ബാങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അതിനകത്ത് 17 ഓപ്ഷൻ ഡി ആണ്, മൊബൈൽ ബാങ്കിങ് സംവിധാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം 17 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടുണ്ട്. ഇനി 18ാമത്തെ ചോദ്യം, സെക്ഷൻ 14 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ഡീൽസ് വിത്ത്. 18ാമത്തെ ക്വസ്റ്റിൻ്റെ ചോദ്യം ഇതാണ്. 18 സെക്ഷൻ 14 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ഡീൽസ് വിത്ത്. അത് ഓപ്ഷൻ എ ആണ്. പ്രൊഹിബിഷൻ ഓഫ് ബാങ്കിങ് കമ്പനി ഫ്രം ക്രിയേറ്റിംഗ് എ ചാർജ് അപ്പോൺ ആനുവൽ അൺപെയ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്നാണ്. ഓപ്ഷൻ എ ആണ്. നല്ല ചോദ്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സെക്ഷൻസൊക്കെ അറിയേണ്ടതുണ്ട്. ഇവിടെ നമുക്കൊരു സെക്ഷൻ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. സെക്ഷൻ 14 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഡീൽസ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ബാങ്കിങ് കമ്പനി ഫ്രം ക്രിയേറ്റിംഗ് എ ചാർജ് അപ്പോൺ ആനുവൽ അൺപെയ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്നാണ്. അപ്പോൾ 18ാമത്തെ ഓപ്ഷൻ്റെ എ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആസ് പെർ വിച്ച് ആക്ട് ഹോളിഡേയ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ബാങ്ക്സ്. ബാങ്കിൽ ഏത് ആക്റ്റും പ്രകാരമാണ് നമ്മുടെ ഹോളിഡേയ്സ് നിശ്ചയിക്കുന്നത് എന്നാണ്. 19 ബി ആണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ചില സന്ദർഭങ്ങളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഉണ്ടാവാം. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റാണ്. 20ാമത്തെ ചോദ്യം, RBI replaces base rate system by. RBI replaces the base rate system by MCLR ആണ്. MCLR ആണ്, ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്. 21ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ദ ബാങ്കിങ് ഇൻ ഇന്ത്യ. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കറക്റ്റ് കോമ്പിനേഷൻ ഏതാണ് എന്ന ചോദ്യം 21ാമത്തെ ഓപ്ഷൻ, ഫോർ മെനി ഇയേഴ്സ് ദ പ്രസിഡൻസി ബാങ്ക്സ് ഹാഡ് ആക്റ്റഡ് ആസ് കോസി സെൻട്രൽ ബാങ്ക്സ്. അത് ശരി ഉത്തരമാണ്. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് ലിക്വിഡേറ്റഡ് ഡ്യൂറിങ് 1829-32. അതും ശരിയാണ്. ഇനി 3ാമത്തെ, ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ആൻ അൺസക്സസ്ഫുൾ ബാങ്ക് ആൻഡ് വാസ് ഡിസോൾഡ് ഇൻ 1971. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദ ബാങ്ക് ഓഫ് കൽക്കട്ട വാസ് റീനെയിംഡ് ആസ് ദ ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ 1921 ആണ്. ഇതെല്ലാം നല്ല കറക്റ്റ് ഇൻഫർമേഷനാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ 21ാമത്തെ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് ഡാഷ് ആർ വർക്കിംഗ് ഇൻ ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് 2 സ്റ്റേറ്റ് എന്നാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ നമുക്കറിയാം, റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ അർബൻ ഏരിയകളിൽ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് RRB ആക്ട് എന്ന് പറയുന്നത് 1976 ബാങ്കുകൾ ആരംഭിച്ചത് 1975. അപ്പോൾ ഈ റീജിയണൽ റൂറൽ ബാങ്കുകളിൽ നമ്മളെ കേരളത്തിലുള്ള ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അറിയാം നിങ്ങൾക്ക്, കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിൽ മൊത്തമുള്ള സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന കേരള ബാങ്കാണ്. ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒരു സ്പോൺസേഡ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെയും കൂടെ ഒരു സംയുക്ത സംരംഭമാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 50%,
അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, 15%. ബാക്കി 35% എന്ന് പറയുന്നത് ഒരു സ്പോൺസേഡ് ബാങ്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഇവിടെ കേരളത്തിൽ അത് സ്പോൺസർ ചെയ്തേക്കുന്നത് കാനറ ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. നേരത്തെ ഇത് 2 ബാങ്കുകൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന 2 ബാങ്കുകളാണ് കേരളത്തിലുള്ളത്. പിന്നെ അത് മെർജ് ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്ക് എന്നായി. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറമാണ്. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ബി ആണ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. 23ാമത്തെ ചോദ്യം, അറ്റ് പ്രസൻറ്റ് RRB ആർ വർക്കിംഗ് ഇൻ ദ കൺട്രി. ഇപ്പോൾ നമുക്ക് എന്തുമാത്രം RRB ഈ നമ്മളെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നമ്മൾ പറയണമെങ്കിൽ 56 ആയിരുന്നു. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. 2019 56 RRBs ആണ് നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം, വാട്ട് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ RRBs. RRBയുടെ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? 2200 കോടി രൂപയാണ്. അപ്പോൾ ബി ആണ്. 24ാമത്തെ ഓപ്ഷൻ ബി ആണ്. 25ാമത്തെ ചോദ്യം, ടയർ 1 ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ. ടയർ 1 ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ ബാങ്കാണ്. ബാങ്കിനാണ് ടയർ ബി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആണ്. 26ാമത്തെ ചോദ്യം, ദ ഡാഷ് ഒക്കുപ്പൈസ് ദ അപെക്സ് പൊസിഷൻ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റാണ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഒക്കുപ്പൈ ചെയ്തേക്കുന്ന അപെക്സ് പൊസിഷൻ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 26ാമത്തെ ഓപ്ഷനാണ്. അത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓപ്ഷൻ എ ആണ്. 27ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഇൻഡിക്കേറ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രാക്ടീസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അത് നമ്മൾ നേരത്തെ വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ബി ആണ്. 27 ബി ആണ്. വിച്ച് ബാങ്ക് ലോഞ്ചസ് ദ പരിവർത്തൻ സ്കീം. പരിവർത്തൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത് ഏത് ബാങ്കാണെന്ന ചോദ്യം. 28 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI ആണ്. 29ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ്. അതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 29ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, സി ആണ്. 29 സി ആണ്. 30ാമത്തെ ചോദ്യം, SBI അക്വയേഴ്സ് 30ാമത്തെ ചോദ്യമാണ്. SBI അക്വയേഴ്സ് ഡാഷ് ആണ്. ഇവിടെ SBI CI ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ബാങ്കിനെയാണ് അത് അക്വയർ ചെയ്തേക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 30 എ ആണ്. 31ാമത്തെ ചോദ്യം, പിൻ ഇൻ ബാങ്കിങ് ഓർ ATM ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന ചോദ്യം. ഇവിടെ നമുക്കറിയാം പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. പിൻ നമ്പർ എന്ന് പറയുന്ന പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ 31, ഓപ്ഷൻ എ ആണ്. 32ാമത്തെ ചോദ്യം, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺടാഡ് ആണ്. അൺടാഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പബ്ലിക്കേഷൻ നടത്തുന്നത്. ഓപ്ഷൻ ഡി ആണ്. 33ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ആർ നോട്ട് മെൻറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് അല്ലാത്ത സ്കീം ഇതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. 33 നമുക്കറിയാം നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റാണ്, മ്യൂച്വൽ ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. എന്നാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഒരു എക്സ്പോർട്ടർക്കോ ഇമ്പോർട്ടർക്കോ കൊടുക്കുന്ന ഒരു ലെറ്ററാണ്. അത് നമുക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റാണ് ഇതിൽ വരാത്തത്. അപ്പോൾ 33 ഡി ആണ് ആൻസർ. 34ാമത്തെ ചോദ്യം, ആസ് ഓൺ December 31, 2017 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഹാസ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് റേഷ്യോ. 2017 നോൺ പെർഫോമിംഗ് അസറ്റ് റേഷ്യോ ഹയസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. അത് IDBI ബാങ്കാണ്. IDBI ബാങ്ക് 34 എ ആണ് ഓപ്ഷൻ. 35ാമത്തെ ചോദ്യം, വിച്ച് ബാങ്ക് ഹാസ് ബീൻ ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് ബാങ്കിങ് കമ്പനി. ഈ തന്നിരിക്കുന്നതിൽ ബാങ്കിങ് കമ്പനിയുടെ സ്റ്റാറ്റസ് ഉള്ളത് ഏതാണെന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. IDBI ബാങ്കാണ്. മറന്നുപോയത് IDBI ബാങ്ക് മോഡേൺ ബാങ്കിങ് സംവിധാനത്തിലുള്ള ഒരു ന്യൂ ജെൻ ബാങ്കിന് ഉദാഹരണമാണ് IDBI ബാങ്ക് എന്ന് പറയുന്നത്. ഇനി 36ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് അപ്പ് നരസിംഹം കമ്മിറ്റി. രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി സെറ്റപ്പ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ബാങ്കിങ് റിഫോം പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ബാങ്കിങ് റിഫോം പ്രോസസ്സാണ്. ഇങ്ങനെ നമുക്ക് 36 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോഴും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി.
നമ്മൾ ഈ ടെക്സ്റ്റിനകത്തുള്ള ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, എങ്ങനെ നമ്മൾ അതിന് ഔട്ട്സൈഡിലുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ അതോറിറ്റേറ്റീവായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമുക്ക് പഠിക്കണം. അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 200 ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സിലബസുകൾ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ഉടൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരത്തുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് 40 മാർക്കിന് ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതാനുള്ളൊരു കപ്പാസിറ്റി ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.